ജാർഖണ്ഡിൽ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ 67.70% പോളിംഗ് രേഖപ്പെടുത്തിയത്. 38 മണ്ഡലങ്ങളാണ് ഇത്തവണ ജനവിധി തേടിയത്. ഭൂരിഭാഗം സർവേകളും ഇന്ത്യയ്ക്ക് മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തെ പോലെ സമാധാനപരമായിരുന്നു ജാർഖണ്ഡിലെ രണ്ടാം ഘട്ടവും. 31 ബൂത്തുകളിലെ വോട്ടെടുപ്പ് വൈകിട്ട് 4 മണിയോടെ പൂർത്തിയായി. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി എന്നിവർ രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടി. ഭേദപ്പെട്ട പോളിംഗാണ് രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തിയത്. സംസ്ഥാന ഭരണം നിലനിർത്താൻ ഇന്ത്യ മുന്നണി ശ്രമിക്കുമ്പോൾ കളം നിറഞ്ഞുള്ള പ്രചാരണമാണ് BJP കാഴ്ചവെച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി റാലികളിൽ പങ്കെടുത്തു. BJPയെ പ്രതിരോധിക്കാൻ ഹേമന്ത് സോറനും കൽപ്പന സോറനും രാപ്പകൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാക്കളുടെ പ്രചാരണ രംഗത്തെ അസാന്നിധ്യം സംസ്ഥാനത്ത് ചർച്ചയായി. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം, മുസ്ലിം സംവരണ വിഷയം, ഏകീകൃത സിവിൽ കോഡ്, മണിപ്പൂർ സംഘർഷം എന്നിവയായിരുന്നു പ്രചാരണ രംഗത്തെ ചൂടുപിടിപ്പിച്ചത്. 28 ആദിവാസി സംവരണ മണ്ഡലങ്ങൾ ഇരു മുന്നണികൾക്കും നിർണായകം. എക്സിറ്റ് പോൾ സർവേകളിൽ ഭൂരിഭാഗവും NDA ജാർഖണ്ഡിൽ അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ 53 സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്ന പ്രവചനം നടത്തി. 24 ഡൽഹി.